2019 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് അവരുടെ വോട്ട് നിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, കേരളം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചു. അതാകട്ടെ ഭരണത്തിന് തൊട്ടടുത്ത് എത്തുന്ന നിലയിലേക്ക്. മാത്രവുമല്ല, കോഴിക്കോടും BJPയുടെ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കോർപ്പറേഷനുകൾ 5 കോർപ്പറേഷനുകൾ ആയിരുന്നു 2020 ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നത് എങ്കിൽ ഇപ്പോൾ, അതായത് അന്തിമ ഫലത്തിലേക്ക് അടുക്കുമ്പോൾ, കേവലം ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് കോഴിക്കോടാണ്. പക്ഷേ അവിടെയും ഇഞ്ചോടിഞ്ച് തന്നെയാണ് പോരാട്ടം നടക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ കണക്കിലേക്ക് വരുമ്പോഴാണ് വലിയ നഷ്ടം ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 29 മാത്രമാണ് വിജയിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസിന് എന്ന് പ്രാദേശിക നേതാക്കൾ വിലയിരുത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതാ അതിനെ ശരിവെക്കുന്ന തരത്തിൽ കൊല്ലത്ത് UDFന്റെ പടയോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കണ്ണൂർ ഇത്തവണയും UDF നിലനിർത്തുന്നു. 36 ഡിവിഷനുകളിൽ ആണ് UDF വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. അങ്ങനെ കൊച്ചിയും തൃശ്ശൂരും നേരത്തെ തന്നെ ഉറപ്പിച്ച UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന UDFന്റെ വലിയ തരംഗത്തിന്റെ സൂചനയാണ് എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. 400 സീറ്റുകളിൽ അധികം, 400 പഞ്ചായത്തുകളിൽ അധികം നേടുമെന്ന് അവകാശപ്പെട്ടിരുന്ന UDF ഇപ്പോഴിതാ 471 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. UDF 471 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് LDF 380ലേക്ക് ചുരുങ്ങി എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് ഉള്ളതാണ്. ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ, മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കൊച്ചി തിരിച്ചു പിടിച്ചു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. വിമതരുടെ വിഷയങ്ങൾ വലിയ വിഷയമായേക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു. മുഹമ്മദ് ഷിയാസിനെതിരെയൊക്കെ ഉയർന്ന ചില ശബ്ദങ്ങളൊക്കെ, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അത് മറികടക്കാൻ UDFന് കഴിഞ്ഞു. LDFിൽ നിന്ന് കൊച്ചി കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 2020 പോലുള്ള പ്രാദേശിക പാർട്ടികളെ കൂടി മറികടന്നുകൊണ്ടുള്ള ഒരു നേട്ടത്തിലേക്ക് കൊച്ചി UDFന് തിളക്കമാർന്ന ഒരു വിജയം കൊച്ചി കോർപ്പറേഷൻ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വികസനമാണ് എറണാകുളത്ത് പ്രചാരണത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് വികസനം എന്നുള്ളൊരു വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് യുവാക്കളുടെ കോട്ട, IT മേഖലയിലുള്ളവരുടെ കോട്ട, അങ്ങനെ ആ യുവ തലമുറയെ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതിന് വികസനം തന്നെയാണ് എന്ന് എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരേപോലെ വിചാരിച്ചപ്പോൾ വികസനം വോട്ടാകുമെന്നുള്ള LDFന്റെ പ്രതീക്ഷ തന്നെ തകർന്നു പോയിരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലകളിലും ആധിപത്യം പുലർത്തിയിരുന്നത് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ നിലനിർത്തി എന്നതിനപ്പുറത്ത് UDFന്റെ വോട്ടുകൾ വ്യാപകമായി ഇടതുമുന്നണിയിലേക്ക് ഒഴുകി എന്നതായിരുന്നു ആ നേട്ടത്തിന് കാരണം. അത് നഗര കേന്ദ്രീകൃതമാകുന്ന വോട്ടുകൾ, അതായത് UDF പ്രതീക്ഷ പുലർത്തുന്ന നഗര കേന്ദ്രീകൃതമാകുന്ന വോട്ടുകൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുന്നു എന്നതാണ് UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. സമസ്ത മേഖലകളിലും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു തേരോട്ടം പ്രകടമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും NDAയുടെയും വിജയാഘോഷത്തിന്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രിയ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങളുടെ സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായി കാണുന്നത് കോർപ്പറേഷനുകളിലെ മുന്നണികളുടെ മേൽക്കൈ സംബന്ധിച്ച ഡേറ്റകളാണ്. അവിടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4 കോർപ്പറേഷനുകളിലും ഇപ്പോൾ UDF ആണ് ആധിപത്യം തുടരുന്നത് എന്നത്. എന്നാൽ ഇതാ NDA വീണ്ടും തിരുവനന്തപുരം 50ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാന നഗരം ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ
വീണ്ടും NDA 50 എന്ന സംഖ്യയിലേക്ക് എത്തുന്നു. കേവലം ഒരേ ഒരു സീറ്റ് മാത്രം കൂടി നേടാൻ സാധിച്ചാൽ NDAക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കും. മറ്റാരുടെയും സഹായമില്ലാതെ NDA എന്ന സഖ്യത്തിന് തലസ്ഥാനം ഭരിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് ഇനി വേണ്ടത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. ആ സീറ്റ് നേടാൻ ഇനി BJPക്ക് സാധിക്കുമോ, NDAക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. എത്ര സീറ്റുകളിൽ ഇനിയും ഫലം വരാനുണ്ട് എന്നതിലും വ്യക്തതയില്ല. എന്തു തന്നെയായാലും വോട്ടെണ്ണൽ അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അന്തിമ ഫലത്തിലേക്ക് രാഷ്ട്രീയ കേരളം പോകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മുന്നണികൾക്ക് എത്ര സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നതിൻ്റെ അന്തിമ ചിത്രം തെളിയും. അതിൽ ആണ് തിരുവനന്തപുരം ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രം തന്നെയായി മാറിയിരിക്കുന്നത്. 101 വാർഡുകളുള്ള 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയാണ് 51 ഡിവിഷനുകളിൽ വിജയമുറപ്പിച്ചാൽ തലസ്ഥാനം പിടിക്കാൻ BJPക്ക് സാധിക്കുക. ഈ വിജയം വരുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇതിനകത്ത് ഫലം കാണുന്നു എന്നുകൂടിയുണ്ട്. അതായത് എങ്ങനെയാണ് കേരളത്തിലേക്ക് കടക്കുക. BJPയിൽ വലിയ തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുക, അങ്ങനെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടില്ലാതാക്കാം. നേരിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിച്ച ഒരാളെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരിക. അമിത്ഷാ കേരളത്തിൽ വന്നുകൊണ്ട് കേരളം 2026 മിഷൻ കേരളം എന്നൊരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ 25% എത്തിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മോദി കൊണ്ടുവന്ന വികസിത ഇന്ത്യ, വികസിത കേരളം എന്ന അജണ്ടയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക, താഴെ തട്ടിലെത്തിക്കുക എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്, അത് സംസ്ഥാന അധ്യക്ഷൻ തൊട്ട് BJPയുടെ മുഖം മാറ്റം തൊട്ട് തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ എന്താണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഉദ്ദേശിച്ചത്? അത് പ്രതിഫലിപ്പിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഓരോ വാക്കുകളും. അതിനുശേഷം മുനമ്പം വിഷയം BJP ആളിക്കത്തിച്ച സമയത്തും അത് ഏത് തരത്തിലാണ് ഒരു ദേശീയ വിഷയമായത് എന്ന് കൂടി കണ്ടതാണ്. അത് മുനമ്പം സമരം വാർഡടക്കം BJP സ്വന്തമാക്കുമ്പോൾ അത് കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പൂഞ്ഞാറടക്കം അങ്ങനെ പല ഭാഗങ്ങളിലും ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞ ആ വാക്കുകളാണ് എടുത്തു നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത് ഏതെങ്കിലും CPM BJP ധാരണ എന്നൊക്കെ പറഞ്ഞ് UDFന് പോലും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു തുടക്കമാണ്. ഈ രീതിയിലാണ് ക്യാമ്പയിൻ നടത്തുന്നതെങ്കിൽ, ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടക്കം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിഷൻ 2026 ഏത് തരത്തിലാണ് BJP കാണുക എന്നുള്ളത് 50 സീറ്റുകളിലേക്ക് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തി നിൽക്കുന്നു BJP എന്നതാണ്. കേവലം ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് ഇനി ശേഷിക്കുന്നത്. ഒരുപക്ഷെ 49-50 സീറ്റുകൾ നേടിയാൽ തന്നെ കോർപ്പറേഷൻ ഭരിക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അവിടെയാണ് അപർണ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിന്റെ ഇടപെടൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ എത്തിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്ന പരീക്ഷണം, ആ പരീക്ഷണം തലസ്ഥാനത്ത് വിജയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കോർപ്പറേഷൻ ഭരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രമേൽ പ്രാധാന്യമാണ് അവർ തിരുവനന്തപുരത്തിന് നേരത്തെ തന്നെ നൽകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ഫലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദ കൊഴുപ്പിൽ ആണ് എന്ന് പറയുമ്പോൾ പോലും ഭരണമുറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനാവശ്യം എന്നത് 51 സീറ്റുകൾ എന്നതാണ്. അതിനി ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണുള്ളത്. 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 50 ഡിവിഷനുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു. ഒരു ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നതും പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം 51 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ചരിത്രമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി NDA നേതൃത്വം നൽകുന്ന ഒരു ഭരണ സാന്നിധ്യമുണ്ടാകാൻ പോകുന്നു. BJPക്ക് ഒരു മേയർ ഉണ്ടാകാൻ പോകുന്നു. അവിടെയാണ് BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ BJPയുടെ മേയർ ഉണ്ടാകും പ്രോട്ടോകോൾ പ്രകാരമെന്ന്. അതിന് സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയേണ്ടത്. ഇടതുപക്ഷം ഇനി എന്ത് പ്രതികരണം നടത്തും? സമൂഹ മാധ്യമങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡിലുകളിൽ വിമർശിക്കുന്നത് തിരുത്താൻ തയ്യാറാകൂ, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകൂ എന്ന് ഇടത് ആക്ടിവിസ്റ്റുകൾ വരെ പോസ്റ്റ് ഒക്കെ ഇടുന്ന മിനിറ്റുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.